ഈ പൊന്ന് ധരിക്കാനുള്ള അവകാശം മലയാളിക്കൊരു കാലത്തില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ പുത്തൻ തലമുറ അത്ഭുതം കൂടും. കഷ്ടിച്ച് 200 കൊല്ലമേ ആയിട്ടുള്ളൂ നമുക്ക് സ്വർണം ധരിക്കാനുള്ള അവകാശം ലഭിച്ചിട്ട്. ആസ്തി ഉള്ള ആളുകളും അടിയറ തീർത്ത് സ്വർണം ആഭരണങ്ങൾ പണിയിക്കുന്നതിന് മടി കാണിച്ചു. ഇത് സ്വർണം പണിക്കാരെയും സ്വർണ്ണ കച്ചവടക്കാരെയും പ്രതികൂലമായി ബാധിച്ചു. മേനിപ്പൊന്ന് എന്ന് പറയുന്ന നികുതി പിൻവലിക്കാൻ രാജസ്ഥാനത്ത് സമ്മർദ്ദം ഏറി വന്നു. തുടർന്ന് രാജസ്ഥാനത്ത് നിന്ന് ഒരു ഉത്തരവിറങ്ങി. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നില്ലെന്നും അവർക്ക് സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ആഭരണങ്ങൾ ധരിക്കാൻ അവകാശമില്ലായിരുന്നു എന്നും ഇതിൽ നിന്ന് വ്യക്തമാകും. അവരുടെ ജാതി പുറത്തറിയിക്കുന്നതിന് വേണ്ടി കല്ലുകൊണ്ടും മരം കൊണ്ടും തീർപ്പിച്ച കല്ലുമാലകളെന്ന് പൊതുവെ വിളിക്കുന്ന ഇത്തരം മാലകൾ ധരിച്ചുകൊണ്ട് മാത്രമേ അവർക്ക് പുറത്തിറങ്ങാവൂ, അത് മാത്രമേ അവർക്ക് ധരിക്കാവൂ. അങ്ങനെ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ചങ്ങനാശ്ശേരി പരമേശ്വരൻപിള്ള അധ്യക്ഷനായിരുന്ന ആ യോഗത്തിൽ വെച്ച് അന്നത്തെ പിന്നോക്ക സമുദായത്തിലെ സ്ത്രീകൾ മുഴുവൻ അവരുടെ കഴുത്തിലെ കല്ലുമാലയും മരംമാലയും എല്ലാം വലിച്ചെറിയുകയാണ്. ലോകത്തെ സമ്പത്തിൻ്റെ അളവുകോൽ സ്വർണം എന്ന മഞ്ഞലോഹത്തിനെ ആസ്പദമാക്കിയാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അത് ഇന്ത്യയിലായാലും മറ്റ് ലോകത്തെവിടെയായാലും. പക്ഷേ ഈ മഞ്ഞലോഹത്തിനോടുള്ള ആർത്തി പൊതുവെ മലയാളിക്ക്, തമിഴർക്കും, പൊതുവെ തെക്കേ ഇന്ത്യക്കാർക്ക് ഇത്തിരി കൂടുതലാണ്. മലയാളത്തിൽ തന്നെ സ്വർണവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 50-ലേറെ പഴഞ്ചൊല്ലുകൾ കാണാം. പൊന്നുള്ളച്ഛൻ പൊന്നച്ഛൻ, പൊന്നിൻ കുടത്തിന് എന്തിനാണ് പൊട്ട്, പൊന്നു കാക്കുന്ന ഭൂതം തുടങ്ങി നിരവധി പ്രയോഗങ്ങൾ മലയാള ഭാഷയിലുണ്ട്. അപ്പോൾ പൊന്നിൻ്റെ പ്രാധാന്യം അത്ര കണ്ട് വലുതാണ് മലയാളിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ മലയാളിക്ക് ഭാഷയിൽ പൊന്ന് സമ്പന്നമാണെങ്കിലും ഈ പൊന്ന് ധരിക്കാനുള്ള അവകാശം മലയാളിക്കൊരു കാലത്തില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ പുത്തൻ തലമുറ അത്ഭുതം കൂറും. ബ്രാഹ്മണരും ക്ഷത്രിയരും ഒഴികെ മറ്റൊരു മനുഷ്യർക്കും സ്വർണം സ്വമേധയാ അവരുടെ ഇഷ്ടം പോലെ സ്വർണം ധരിക്കുന്നതിനുള്ള അവകാശം 1818 വരെ ഇല്ലായിരുന്നു. കഷ്ടിച്ച് 200 കൊല്ലമേ ആയിട്ടുള്ളൂ നമുക്ക് സ്വർണം ധരിക്കാനുള്ള അവകാശം ലഭിച്ചിട്ട്. നായരാതി പിന്നോക്കക്കാർക്ക് സ്വർണം ധരിക്കുന്നതിനുള്ള അവകാശം നേടണമെങ്കിൽ രാജസ്ഥാനത്ത് അടിയറ തീർത്ത് അനുവാദം വാങ്ങേണ്ടതുണ്ട്. ഈ അടിയറ എന്ന് പറയുന്നത് രാജാവിൻ്റെ കാൽക്കൽ സമർപ്പിക്കുന്ന നികുതിയുടെ പേരാണ് അടിയറ. ഈ അടിയറയ്ക്ക് അന്ന് പറഞ്ഞിരുന്ന, ഈ നികുതിക്ക് അന്ന് പറഞ്ഞിരുന്ന ഒരു പേരുണ്ട്, മേനിപ്പൊന്ന്. അപ്പോൾ പണമടച്ച് മേനിപ്പൊന്നെന്ന് പറയുന്ന നികുതിയുടെ അളവ് അത് പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ സ്വർണം ആഭരണങ്ങൾ, സ്വർണത്തിലും വെള്ളിയിലും ആഭരണങ്ങൾ പണിയിച്ച് നമുക്ക് ശരീരത്തിൽ അണിയാൻ കഴിയുമായിരുന്നുള്ളൂ. അതേസമയം ഈ സ്വർണം ധരിക്കുന്നതിന് ഉള്ള അവകാശം നമുക്ക് ലഭ്യമായത് ഇന്നത്തെ നിലയ്ക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ഏതെങ്കിലും സമരത്തിൻ്റെയോ മറ്റേതെങ്കിലും കലാപങ്ങളുടെ പേരിൽ നേടിയെടുത്തതാണെന്ന് സ്വമേധയാ ചിന്തിക്കാം. അങ്ങനെയല്ല സംഭവിച്ചത് സ്വമേധയാ തന്നെ രാജസ്ഥാനത്തിന് ഇത്തരമൊരു അനുവാദം കൊടുക്കേണ്ടി വന്നൊരു സാഹചര്യം സംജാതമായി. അതായത് തിരുവിതാംകൂറിലെ ഭരണം സെക്രട്ടേറിയൽ രീതിയിലേക്ക് മാറുന്നത് 1811 മുതൽ 1814 വരെ ഇവിടെ ദിവാൻ പദവി അലങ്കരിച്ചിരുന്ന കേണൽ മൺട്രോയുടെ കാലത്താണ്. അതായത് വേലുത്തമ്പിയുടെ കലാപമൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആത്മബലിക്ക് ശേഷം ഭരണരംഗത്ത് സംഭവിച്ച ഒരു ശൂന്യത നികത്തുന്നതിന് വേണ്ടി ആദ്യം ഉമ്മണിത്തമ്പിയെയും, ഉമ്മണിത്തമ്പി ജനകീയനല്ലെന്ന് കണ്ട് പിന്നീട് കേണൽ മൺട്രോയും ദിവാൻ സ്ഥാനമേക്കുന്നു. യൂറോപ്യൻ മാതൃകയിലുള്ളൊരു ഭരണ സമ്പ്രദായം, അതായത് സെക്രട്ടേറിയൽ ഭരണ സമ്പ്രദായം നടപ്പിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാലത്താണ്. പല പ്രാകൃത നികുതികളും അദ്ദേഹം അവസാനിപ്പിക്കുകയും
വേണ്ടെന്ന് വയ്ക്കുകയും പുത്തൻ നികുതി സമ്പ്രദായം നടപ്പിലാക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കാലത്താണ് ക്ഷേത്രങ്ങളിൽ നടന്നിരുന്ന അഴിമതി അവസാനിപ്പിക്കുന്നതിന് വേണ്ടി 300-ലേറെ ക്ഷേത്രങ്ങളെ ദേശസാൽക്കരിക്കുന്നതൊക്കെ ആ കാലഘട്ടത്തിലാണ്. അങ്ങനെ പുത്തൻ നികുതി സമ്പ്രദായം വന്നത് ഓരോരുത്തരുടെയും വരുമാനത്തിൻ്റെയും സമ്പാദ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാക്കി മാറ്റുന്നത്, അതായത് ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലുള്ള നികുതിയെ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് മാറ്റുന്നത് കേണൽ മൺറോയാണ്. അപ്പോൾ അക്കാലത്ത് അടിയറ തീർത്ത് സ്വർണം ആഭരണങ്ങൾ പണിയിച്ചിട്ടാൽ നമുക്കത്രയും ആസ്തി ഉണ്ട് എന്ന് ബോധ്യം വരും. അതുകൊണ്ട് തന്നെ ആസ്തി ഉള്ള ആളുകളും അടിയറ തീർത്ത് സ്വർണം ആഭരണങ്ങൾ പണിയിക്കുന്നതിന് മടി കാണിച്ചു. ഇത് സ്വർണം പണിക്കാരെയും സ്വർണ്ണ കച്ചവടക്കാരെയും പ്രതികൂലമായി ബാധിച്ചു. ഇതൊരു വലിയ പ്രശ്നമായി വളർന്നു. എല്ലാ കാലത്തും കൊട്ടാരത്തിനോടനുബന്ധിച്ചും കോവിലകങ്ങളോടനുബന്ധിച്ചും സാധാരണഗതിയിൽ സ്വർണ്ണപ്പണിക്കാരുടെ ഒരു തെരുവ് രൂപപ്പെട്ട് വരാറുണ്ട്. ഇപ്പം നെടുമങ്ങാട് പോലുള്ള സ്ഥലങ്ങൾ, തിരുവനന്തപുരത്ത് ചാലക്കമ്പോളത്തിലെ തെരുവുകളൊക്കെ ഈ കൊട്ടാരവുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടു വന്ന സ്വർണ്ണപ്പണിക്കാരുടെയും സ്വർണ്ണ കച്ചവടക്കാരുടെയും തെരുവുകളാണ്. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് നിരവധി പരാതികൾ ഉയർന്നു. അവരുടെ പണി നഷ്ടപ്പെടാൻ തുടങ്ങി, ആഭരണങ്ങൾ ആരും വാങ്ങാത്ത ഒരവസ്ഥ വന്നു. ഈ അവസ്ഥ വന്നപ്പോൾ ഈ നികുതി പിൻവലിക്കേണ്ടുന്ന, അതായത് മേനിപ്പൊന്ന് എന്ന് പറയുന്ന നികുതി പിൻവലിക്കാൻ രാജസ്ഥാനത്ത് സമ്മർദ്ദം ഏറി വന്നു. തുടർന്ന് രാജസ്ഥാനത്ത് നിന്ന് ഒരു ഉത്തരവിറങ്ങി. അന്ന് തിരുവിതാംകൂർ ഭരിക്കുന്നത് രാജാക്കന്മാരിലെ സംഗീതജ്ഞരിലെ രാജാവ് എന്നറിയപ്പെടുന്ന സ്വാതി തിരുനാളിൻ്റെ ഇളയമ്മയായ ഗൗരി പാർവതി ഭായിയാണ്. 1811 മുതൽ 1829 വരെയാണ് അവരുടെ ഭരണകാലം. അവരിറക്കിയ ഒരു ഉത്തരവ്, അതായത് മേനിപ്പൊന്ന് പിൻവലിച്ചുകൊണ്ടും എല്ലാവർക്കും ആഭരണം അണിയുന്നതിനുള്ള അവകാശം നൽകിക്കൊണ്ട് അവർ പുറപ്പെടുവിച്ചൊരു വിളംബരം. ആ വിളംബരത്തിൻ്റെ സംക്ഷിപ്ത രൂപം ഞാൻ വായിക്കാം. ശ്രീ ഗൗരി പാർവതി ഭായി മഹാറാണി തിരുമനസ്സുകൊണ്ട് സകലമാന ജനങ്ങൾക്കും പ്രസിദ്ധപ്പെടുത്തുന്നതെന്തെന്നാൽ, ഈ രാജ്യത്ത് ശൂദ്രജാതിയിലും ഈഴവര്, ചാന്താര്, മുക്കുവരുൾപ്പെട്ട ജാതിയിലും ഉള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പൊന്നുകൊണ്ടും വെള്ളി കൊണ്ടും ഓരോ ആഭരണം ഉണ്ടാക്കി ഇടണമെന്ന് മനസ്സുണ്ടായാൽ മുടുക്, വീരച്ചങ്ങല, പൊന്നും തക്ക, ഈഴവരുൾപ്പെട്ട ആളുകൾക്ക് കടുക്കൻ മുതലായിട്ട് പലവക ആഭരണങ്ങൾക്കും പണ്ടാരവകയിൽ ബോധിപ്പിച്ച് അടിയറയും തീർത്ത് ഉത്തരവും വാങ്ങിച്ച് തീർപ്പിച്ച് ഇട്ടുകൊള്ളുന്നതിൻ വണ്ണം ചട്ടം വച്ചിരിക്കുന്നതിനാൽ ഏതാനും പേര് അതിൻ വണ്ണം ബോധിപ്പിച്ച് അടിയറയും തീർത്ത് ആഭരണങ്ങൾ തീർപ്പിച്ച് ഇട്ടുവരുന്നു എന്നും, എന്നാൽ ചിലര് പണ്ടാരവകയിൽ ബോധിപ്പിച്ചാൽ ദ്രവ്യം അധികമുണ്ടെന്ന് ബോധിപ്പാൻ ഇടവരുമെന്ന് സംശയിച്ച് അടിയറ തീർക്കാതെയും ആഭരണങ്ങൾ ഉണ്ടാക്കാതെയും കേൾവിപ്പെട്ടിരിക്ക കൊണ്ടും കുണിയാനവന്മാർ ഉൾപ്പെട്ട സകലമാന പേരും അവരവരുടെ സന്തോഷപ്രകാരം നടക്കണമെന്ന് നമുക്ക് മനസ്സായിരിക്ക കൊണ്ടും ഇപ്പോൾ വിളംബരം പ്രസിദ്ധപ്പെടുത്തുന്നതെന്തെന്നാൽ, ശൂദ്രജാതിയിലും ഈഴവര്, ചാന്നാര്, മരക്കാരുൾപ്പെട്ട ജാതിയിലുള്ള പുരുഷന്മാരും സ്ത്രീകളും അതത് ജാതി മര്യാദ പോലെ പണ്ടാരവകയിൽ ബോധിപ്പിച്ച് അടിയറയും തീർത്ത് പൊന്നുകൊണ്ടും വെള്ളി കൊണ്ടും എന്തെല്ലാം ആഭരണങ്ങൾ തീർപ്പിച്ചിട്ട് വന്നോ അതൊക്കെയും മേലുള്ളതിന് അടിയറ കൂടാതെയും പണ്ടാരവകയിൽ ബോധിപ്പിക്കാതെയും തീർപ്പിച്ച് ഇട്ട് മേലെഴുതിയ പ്രകാരമുള്ള ആഭരണങ്ങൾ അവരവരുടെ മനസ്സിൻ പ്രകാരം തീർപ്പിച്ച് ഇട്ടുകൊള്ളുകയും വേണം എന്ന് 993 ആണ്ട് മേടം 19 റാണി പാർവതി ഭായി തുല്യം, അതായത് AD 1818 മെയ് മാസം 2-ാം തീയതിയാണ് ഉത്തരവിറങ്ങുന്നത്. ഈ ഉത്തരവിന് ചില പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഇന്ന ജാതിക്കാർക്ക് ഇന്ന ആഭരണങ്ങൾ മാത്രമേ ധരിക്കാവൂ. ഈഴവർക്ക് കടുക്കനെ ധരിക്കാവൂ, മറ്റുള്ളവർക്ക് മുടുക തുടങ്ങിയ ആഭരണങ്ങളെ ധരിക്കാവൂ. കാശുമാല, ശരപ്പൊളിമാല, അഡ്യൽ തുടങ്ങിയ ആഭരണങ്ങൾ ബ്രാഹ്മണരും അതിന് കീഴെയുള്ള രാജസ്ഥാനത്തിനും മാത്രമേ അവകാശമുണ്ടായിരുന്നുള്ളൂ. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്,
ഇതിനകത്ത് പറയുന്ന ഈഴവര്, ചാന്നാര് തുടങ്ങിയ ആളുകൾക്ക് കീഴെയുള്ള നമ്മുടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നില്ലെന്നും അവർക്ക് സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ആഭരണങ്ങൾ ധരിക്കാൻ അവകാശമില്ലായിരുന്നു എന്നും ഇതിൽ നിന്ന് വ്യക്തമാകും. അതുകൊണ്ടാണ് അതിനുശേഷം ഏതാണ്ട് ഒരു നൂറ്റാണ്ടിന് ശേഷം നമുക്ക് ഏതാണ്ട് കല്ലുമാല സമരം ആരംഭിക്കേണ്ടി വന്നതും ചെയ്യേണ്ടി വന്നതുമൊക്കെ. അതായത് പറയർ, പുലയർ, കുറവർ, വേടർ തുടങ്ങിയ വർണ്ണവ്യവസ്ഥയ്ക്ക് പുറത്തുള്ള സമൂഹം അവരുടെ ജാതി പുറത്തറിയിക്കുന്നതിന് വേണ്ടി കല്ലുകൊണ്ടും മരം കൊണ്ടും തീർപ്പിച്ച കല്ലുമാലകളെന്ന് പൊതുവെ വിളിക്കുന്ന ഇത്തരം മാലകൾ ധരിച്ചുകൊണ്ട് മാത്രമേ അവർക്ക് പുറത്തിറങ്ങാവൂ, അത് മാത്രമേ അവർക്ക് ധരിക്കാവൂ എന്ന് ഒരു സാമൂഹിക നിയമം നിലവിലിരുന്നു. ഇതിനെതിരെയാണ് 1915 ആഭരണം ധരിക്കാനുള്ള മേനിപ്പൊന്ന് പിൻവലിച്ചുകൊണ്ടുള്ള ഉത്തരവിറങ്ങി 97 കൊല്ലങ്ങൾക്ക് ശേഷം ആണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സ്വർണം അവരുടെ കഴുത്തിൽ ധരിച്ചിരുന്ന ഈ കല്ലുമാലയും മരം കൊണ്ടുള്ള മാലയുമൊക്കെ ഉപേക്ഷിക്കുന്നതിനുള്ള സമരം നടത്തേണ്ടി വന്നത് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ അന്നത്തെ സാമൂഹ്യ സ്ഥിതി അടയാളപ്പെടുത്തുന്നതാണ്. 1915 ഒക്ടോബർ 24 കൊല്ലത്ത് കാഞ്ചാമൂട്, ചെറുവേലി, പെരുനാട് തുടങ്ങിയ ഭാഗങ്ങളിലുള്ള പിന്നോക്ക സമുദായം പട്ടികജാതി വിഭാഗക്കാർ യോഗം ചേർന്ന് കല്ലുമാല ഉപേക്ഷിക്കാൻ തീരുമാനമെടുക്കുന്നു. ഈ തീരുമാനമെടുക്കുന്ന യോഗം കലക്കുന്നതിന് വേണ്ടി അന്നത്തെ സവർണ സമൂഹത്തിൽപ്പെട്ട ചട്ടമ്പിമാർ ആ യോഗത്തിലേക്ക് കടന്നു കയറുകയും യോഗം അലങ്കോലപ്പെടുകയും അതിൻ്റെ പേരിൽ അടികലശലുണ്ടാകുകയും നിരവധി വീടുകൾ തീവയ്ക്കപ്പെടുകയും ചെയ്തു. ഇതാണ് പ്രസിദ്ധമായ നമ്മുടെ പെരുനാട് ലഹള എന്നറിയപ്പെടുന്നത്. ഈ പെരുനാട് ലഹള കത്തി നിൽക്കുകയും സവർണ അവർണ വിഭാഗങ്ങൾ 2 ചേരിയിലേക്ക് തിരിയുകയും ഒരു യുദ്ധക്കളം പോലെ കൊല്ലം മാറുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് മഹാനായ അയ്യങ്കാളി, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള തുടങ്ങിയ സാമൂഹ്യ പ്രവർത്തകർ ഈ വിഷയത്തിൽ ഇടപെടുകയും അങ്ങനെ ഒരു പൊതുയോഗം കൊല്ലത്തെ പീരങ്കി മൈതാനത്ത് കൂടുകയും പരസ്യമായി തന്നെ പറയര്, പുലയര് തുടങ്ങിയ പിന്നോക്ക ജാതിയിൽപ്പെട്ട വിഭാഗക്കാർ അവരുടെ ജാതി അടയാളമായ കല്ലുമാല എന്ന് വിളിക്കപ്പെടുന്ന കല്ലുകൊണ്ടും കുപ്പിച്ചില്ലുകൊണ്ടും മരം കൊണ്ടുമുണ്ടാക്കിയ മാലകൾ വലിച്ചെറിയാൻ തീരുമാനിച്ചു. അങ്ങനെ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള അധ്യക്ഷനായിരുന്ന ആ യോഗത്തിൽ വെച്ച് അന്നത്തെ പിന്നോക്ക സമുദായത്തിലെ സ്ത്രീകൾ മുഴുവൻ അവരുടെ കഴുത്തിലെ കല്ലുമാലയും മരം മാലയുമെല്ലാം വലിച്ചെറിയുകയാണ്. ഇതേതാണ്ട് ഒരു കുന്നോളം കൂടി വന്നു എന്നാണ് പറയുമ്പോൾ. അത്ര കണ്ട് ജനസമുദ്രമായിരുന്നു അന്ന്. ജാതിക്കെതിരെ ഈ മേനിപ്പൊന്നുമായി ബന്ധപ്പെട്ട് സ്വർണ്ണാഭരണം അല്ലെങ്കിൽ ആഭരണം ധരിക്കുന്നതിന് വേണ്ടി നടന്ന അതിശക്തമായ സമരങ്ങളിൽ ഒന്നായിരുന്നു ഈ നമ്മുടെ മേനിപ്പൊന്ന് സമരമെന്നോ അതല്ലെങ്കിൽ പെരുനാട് ലഹളയെന്നോ ഒക്കെ പറയാവുന്ന ലഹള. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ പിൽക്കാലത്ത്, നിരവധി കേസുകൾ, അടികലശലുമായി ബന്ധപ്പെട്ട കേസുകൾ, കല്ലുമാല സമരത്തിൽ അന്ന് ഗുണ്ടകൾ ആക്രമിച്ചപ്പോൾ അവരെ തിരിക്കാക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഈ പട്ടികജാതി വിഭാഗത്തിനെതിരെ അതിശക്തമായി അവർക്കെതിരെ നിയമ സംവിധാനം ഉണരുകയും അന്നത്തെ അവരെയൊക്കെ പലരെയും അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. അന്ന് അവർക്ക് വേണ്ടി സൗജന്യമായി കേസ് വാദിച്ച ഒരാളാണ് ഇലഞ്ഞിക്കൽ ജോൺ എന്ന വക്കീൽ. ഇലഞ്ഞിക്കൽ ജോൺ വക്കീൽ സൗജന്യമായി ഈ പട്ടികജാതിക്കാർക്ക് വേണ്ടി കോടതിയിൽ ഹാജരാവുകയും അവരെ മുഴുവൻ ജാമ്യത്തിലിറക്കുകയും അതിനുശേഷം ഈ കേസ് വിജയിപ്പിക്കുകയും ചെയ്തത് ഈ ഇലഞ്ഞിക്കൽ ജോൺ വക്കീലാണ്. അപ്പോൾ ഇലഞ്ഞിക്കൽ ജോൺ വക്കീൽ കേസ് വിജയിപ്പിച്ച ഉടൻ തന്നെ ഇവിടുത്തെ പട്ടികജാതി സമൂഹം, അന്നത്തെ പട്ടികജാതി സമൂഹം ഉണരുകയും ഈ വക്കീലിന് ഒരു സമ്മാനം കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഉടൻ തന്നെ വക്കീൽ പറഞ്ഞു, എനിക്ക് ഒരു കാശിൻ്റെ സമ്മാനവും എനിക്ക് ആവശ്യമില്ല, അതുകൊണ്ട് പകരം നിങ്ങൾ പൊതുസമൂഹത്തിന് കുളിക്കുന്നതിന് വേണ്ടി ഒരു കുളം നിർമ്മിക്കണം എന്ന്.
അങ്ങനെ അന്നത്തെ കല്ലുമാല സമരത്തിൽ പങ്കെടുത്ത ആ സമൂഹം അന്ന് പൊതുജനങ്ങൾക്ക് വേണ്ടി കുഴിച്ച കുളമാണ് എന്ന് കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഓഫീസിനടുത്തുള്ള കമ്മാൻകുളം. ആ കമ്മാൻകുളം എന്നാണ് ആ കുളം അറിയപ്പെടുന്നത്. അപ്പോൾ ആഭരണം ധരിക്കുന്നതിന് വേണ്ടി, ജാതിഛിന്നമായ ആഭരണങ്ങൾ ഉപേക്ഷിക്കുന്നതിന് വേണ്ടിയ നടന്ന സമരങ്ങളുടെ ഒരു നിത്യസ്മാരകമായി കൊല്ലത്തെ കമ്മാൻകുളം ഇന്നും നമ്മുടെ മുമ്പിൽ ഉണ്ട്.